ഇജ്ജ് വിളിച്ചപ്പേ ഞാൻ അങ്ങാടിക്ക് വരാത്ത വേറൊന്നുമല്ല. ഇതിനോട് കെട്ടിട്ട് കാണു പോകാൻ പറ്റും. നായ്ക്കള് ഭയങ്കര ശല്യമുണ്ട് ഇവിടെ. അല്ല എന്താ എന്റെ ആവശ്യം? ഞാൻ പ്രത്യേകിച്ചൊന്നുമല്ല, എൻ്റെ അടുത്ത് കുറച്ച് പൈസ എടുക്കാണ്ടാവോ? പൈസടാ തോനൊന്നുമില്ല. ഞാൻ തന്നെ ഇപ്പൊ ടൈറ്റിലാണ്. ഇതന്നെ ഞാൻ പെരുന്നാക്കൊക്കെ ഇറക്കാൻ വേണ്ടിട്ടേ കടം കൊടുന്നാണ് ചന്തയിൽ. പെരുന്നാക്ക് ജിതിനെ ഇറക്കണേ? ഇത് പജ്ജല്ലടാ. നമ്മളീ ചുറ്റുഭാഗത്ത് പോത്തിന് ഇറക്കണ ആളിജാന്ന് പറഞ്ഞു കാണാൻ എൻ്റെ അടുത്ത് കാണാൻ എല്ലാവരും വരവ്. ഇത് ഞാൻ ആരോടും പറയണ്ട സുപ്പൂറെ. ഞാൻ പോത്തിന് വിമാമർത്തിക്കാണ്ടേ ഈ പൈക്കളെയൊക്കെ മൗമ്യങ്ങളാക്കിയാണ് ചെയ്യലാണ്. അല്ല ഇറച്ചി കച്ചവടം ഒക്കെ ഉണ്ടോ? ഞാൻ ആരോടും പറയില്ല കുഞ്ഞോനെ. ഞാൻ ചോദിച്ചത് എന്താ വെച്ചാലേ പോത്തിന്റെ കൊമ്പുണ്ടാവുമല്ലോ എൻ്റെ കടന്റെ മുന്നിൽ എപ്പോഴും. അത് പിന്നെ ഇവിടെ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട്. അത് ഏതേലും ദിവസേ തള്ളരുമനെ കൊടുങ്ങടെ ഇറക്കും. ആ കൊമ്പ് കൊടുന്നാൽ പണ്ടൊക്കെ ചീപ്പേര് കൊണ്ടുപോയി. ഇപ്പൊ ചീപ്പേര് കൊടുക്കില്ല. അത് ചോരയിൽ മുക്കിക്കാൻ അവിടെ ഇടലാണ്. അപ്പൊ വരണോല് ഇത് പോത്തായില്ലേ. നോക്ക അതൊക്കെ പോട്ടെ. ഇത് ഞാൻ ചോദിച്ച പൈസ ഉണ്ടെങ്കിൽ കാട്ടിക്ക, ഒരു 5000 റുപ്യ. എനിക്കെന്താടാ പൈസക്ക് ഇത്ര അർജന്റ്? പെരുന്നാളല്ലേ വരണ്ടേ, തുണിയും കുപ്പായ എടുത്തിട്ടില്ല. ഇപ്പാക്കും ഉമ്മാക്കും കാരണവല് ഡ്രസ്സ് എടുത്തേക്കും. അതിന്റെ പോലീസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉമ്മ. ഞാനാണെങ്കിൽ ഓൽക്ക് രണ്ടാക്കും എൻ്റെ കുട്ടിയാക്കും പെണ്ണാക്കും ഒന്നും എടുത്തിട്ടില്ല. ഇജ്ജ് പേർക്കാർക്കൊക്കെ ഡ്രസ്സ് എടുത്തോ? ഞാൻ ആദ്യത്തെ 10 തന്നെ ഓലെ കൊണ്ടുപോയിക്കാൻ എടുത്തേക്കണ്. ടെക്സ്റ്റൈൽസിലൊക്കെ ഭയങ്കര തിരക്കാവും. പിന്നെ ആ തെരഞ്ഞ സാധനമൊക്കെ നമുക്ക് കിട്ടുക. ഇജ്ജ് ചോദിച്ചേ 5000 നിന്റെ ഒക്കെ തരാനില്ല. നോക്കട്ടെ, ഒരു 4000 റുപ്യ ഒക്കെ ഉണ്ടാവും. ആ മതിയില്ലേ? എന്നാ മതിയാ കൊണ്ടോ. പെരുന്നാൾ കഴിഞ്ഞാൽ തരണം കേട്ടോ.